Cheers. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. രേണു മുകളിലേക്ക് ചേട്ടാ ചിയേഴ്സ് സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടാ ചിയേഴ്സ് ഒന്ന്. ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട് ഇതൊക്കെ പറയണോ? ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ്. മീഡിയക്കാരെ ഞാനൊന്നും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ വ്ളോഗർമാര് നെഗറ്റീവ് മാത്രം. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാമന്മാരൊക്കെ നന്നായിട്ട് കഴിക്കാറ്. നമ്മള് കോട്ടയത്തുകാരല്ലേ, നമ്മള് ക്രിസ്മസിനൊക്കെ 2 എണ്ണം അടിക്കും, അത്രേ ഉള്ളൂ. ഗ്ലാസിന്റെ എണ്ണ ചോദിച്ചത്. അങ്ങനൊന്നും ഗ്ലാസിന്റെ എണ്ണ ഒന്നും പറയാനൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം രേണുസുതി വെള്ളം അടിക്കുമല്ലോ. രേണുസുതി വെള്ളം അടിച്ചാലും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? രേണുസുതിക്കോ രേണുസുതിയുടെ വീട്ടുകാർക്കോ ഇല്ലാത്ത പ്രശ്നം? ആർക്കാണ് ഇവിടെ പ്രശ്നം? ആർക്കും പ്രശ്നമില്ല. ഈ പ്രശ്നം ആർക്കാണെന്നറിയോ? ഈ മീഡിയാസിനാണ്. ഈ മീഡിയാസ് രേണുവിനെ കൊണ്ടുപോയി അവിടെ ഇരുത്തും, കുറച്ച് പൈസയും കൊടുക്കും, കുറച്ച് ചോദ്യങ്ങളും ചോദിക്കും, കുറച്ച് ക്ലിപ്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കും. ഇതുപോലെ റിയാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുള്ളിടത്തോളം കാലം അവർക്കൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കനിഷ്ഠ ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റും. രേണു അത് അറിഞ്ഞോ അറിയാതെയോ? രേണുവിനെ അറിയാതെയൊന്നും ഞാൻ പറയുന്നില്ല. രേണു ഇതിനുള്ള വ്യക്തമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. വ്ളോഗേഴ്സ് ഇതെല്ലാം എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇമാതിരിയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നതും അതിനുള്ള അത്തരത്തിലുള്ള ഉത്തരങ്ങൾ രേണു കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കാം. എന്തൊക്കെയാണെങ്കിലും രേണു ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിലൂടെ പേര് പോകുന്നത് രേണുവിൻ്റെയാണ്. ഇപ്പോൾ രേണു പറയും പേര് പോയാൽ എനിക്കിപ്പോൾ എന്താ, നിങ്ങൾ ആരെങ്കിലും ആണോ എനിക്ക് ചിലവ് വരുന്നത്? തീർച്ചയായിട്ടും അല്ല, ഞങ്ങൾ ആരുമല്ല. രേണുവിൻ്റെ മക്കൾ വളർന്നു വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് തൻ്റെ അമ്മയാണ്. തൻ്റെ അമ്മയെ പറ്റി ഇങ്ങനെയൊക്കെ നാട്ടുകാർ പറയുമ്പോൾ രേണുവിനുള്ള തൊലിക്കട്ടി ഒരു പക്ഷേ രേണുവിൻ്റെ മക്കൾക്ക് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ രേണുവിൻ്റെ ഗ്രോത്തിനോ ചാനലിൻ്റെ ഗ്രോത്തിനോ മറ്റാരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് വ്യക്തമായി മുഖത്ത് നോക്കി രേണുവിന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവണം. ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത്, അതെൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു. വ്ളോഗേഴ്സിൻ്റെ മുന്നിൽ ഇത്രത്തോളം വാ തുറക്കുന്ന രേണുവിനെ എന്തുകൊണ്ട് മീഡിയാസിൻ്റെ മുന്നിൽ രേണു പറയുന്നില്ല ഇമാതിരി ചോദ്യങ്ങളോട് ചോദിക്കരുത്? നിങ്ങളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എന്നെ മറ്റൊരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം രേണുവിന് എന്തുകൊണ്ട് വരുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് അവർ ചോദിച്ച ചോദ്യങ്ങളും അതിന് രേണു കൊടുക്കുന്ന മറുപടിയും ഓരോന്നായിട്ട് നമുക്ക് കേട്ടു നോക്കിയാലോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മരിച്ചു പോയിട്ട് ഒരു സ്വസ്ഥതയില്ലാത്ത ആളാണ് കേട്ടോ നമ്മുടെ സുധിച്ചേട്ടൻ. വെള്ളമടിക്കുമ്പോഴും സുധിച്ചേട്ടനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രേണു. രേണു എങ്ങനെയാണ് വെള്ളം അടിക്കുന്നത്? ഒരു ഗ്ലാസ് ഞാൻ വെള്ളം തരുവാണെങ്കിൽ, അതായത് വെള്ളം എന്ന് ഉദ്ദേശിച്ചത് സാധാ ജ്യൂസോ പച്ചവെള്ളമോ ഒന്നും അല്ല കേട്ടോ, വോഡ്കയോ എന്തോ ഹോട്ട് ഡ്രിങ്ക്സ്, അത് കുടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കുടിക്കുന്നേ എന്ന് രേണുവിനോട് ആ ആങ്കർ ചോദിക്കുകയാണ്. അതിന് രേണുവിൻ്റെ മറുപടിയാണ്. ആദ്യം എന്താ പറയാ, മുകളിലേക്ക് ചേട്ടാ ചിയേഴ്സ് സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞു. സുധിച്ചേട്ടാ ചിയേഴ്സ് ഒന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ബിഗ് ബോസ് വീട്ടിലേക്ക് പോയപ്പോൾ വീടിനകത്തേക്ക് കയറുന്നു, തൊട്ട് തൊഴുകുന്നു, സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞ രേണു അന്ന് തന്നെ ഏറെ കയറിയായിരുന്നു. പിന്നീട് ഓരോ ദിവസം രേണു പോസിറ്റീവായി. രേണു ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയതുപോലെ അല്ല വെള്ളം അടിക്കുമ്പോൾ ഉള്ള കാര്യം. നമ്മൾ ആദ്യം ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച് ഒറ്റയ്ക്ക് ഏതായാലും മദ്യപത്തില്ലോ, ഐസ് ക്യൂബും സോഡയും ഇടും അല്ലേ? നമുക്കറിയില്ല, ഇടുമായിരിക്കും. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. എന്താ ഒരു എക്സ്പ്രഷൻ, എൻ്റെ പൊന്നോ, ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. ഇമാതിരി ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ ചോദിക്കും. നിങ്ങളത് റെഡിയാക്കിയിട്ടാണല്ലോ രേണുവിനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ എന്തായാലും പച്ചവെള്ളമൊക്കെ അവിടെ കരുതി വെച്ച്, എന്നാൽ പിന്നെ ഒരു അച്ചാറോ മിച്ചറോ ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവച്ചാൽ രേണുവിൻ്റെ കുറച്ചും കൂടി എക്സ്പ്രഷൻ കിട്ടുമായിരുന്നു, കുറച്ചും കൂടി റീച്ചും കിട്ടുമായിരുന്നു. രേണു പറയുന്നത് മീഡിയക്കാർ നല്ലതാണ്, അവരൊന്നും എന്നെ പറയുന്നില്ല. ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ഈ മീഡിയക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മോശമാക്കി എന്നെ എയറിൽ കയറ്റി എനിക്ക് മോശം പേര് വരുത്തരുന്നത് ഈ വ്ളോഗേഴ്സാണ്. ഈ വ്ളോഗേഴ്സിന് എങ്ങനെയാണ് രേണു കിട്ടുന്നത് ഈ ടോപ്പിക്സ്? ഇതേപോലെയുള്ള മീഡിയക്കാർ രേണുവിനെ ഫ്രണ്ടിൽ വിളിച്ച് വരുത്തി ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ച് രേണു അതിന് മനോഹരമായി മറുപടി കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യും. അപ്പോൾ വ്ളോഗേഴ്സ് മൊത്തത്തിൽ അങ്ങനെ മോശം എന്ന് പറയേണ്ട, ചോദ്യങ്ങൾ ചോദിക്കുന്ന മീഡിയാസാണ് രേണുവിൻ്റെ ഏറ്റവും വലിയ പാര. ഇപ്പോൾ അടുത്ത ചോദ്യമാണ് കേട്ടോ, വെള്ളം കുടിക്കും. എന്നാൽ പിന്നെ ഒരു പാട്ടും കൂടി ആയിക്കോട്ടെ ചേച്ചി, വെള്ളം അടിച്ചിട്ട് ഒരു പാട്ടും കൂടി പാടോ? രേണു ഓളവിടെ നിൽക്കേ, ചേച്ചി പാടുന്ന പാട്ടാണ് കേൾക്കാനാണ് പെണ്ണിനെ പോലെ സ്ത്രീയെ പോലെ പെണ്ണിനെ പോലെയാണ് പെണ്ണിനെ പോലെയാണ്, രണ്ട് തരത്തിൽ. അതായത് ഇപ്പോൾ പെണ്ണാണല്ലോ കുടിക്കുന്നേ, അപ്പോൾ ആണുങ്ങളെ പോലെ വേണമെങ്കിലും അങ്ങനെ രേണു ആടാൻ റെഡിയാണ്, അതോ പെണ്ണിനെ പോലെ ആണെങ്കിൽ അങ്ങനെ രേണു റെഡിയാണ്. രേണുന്ന് അപ്പോൾ രേണു പെണ്ണിനെ പോലെ മതിയെന്ന്. പെണ്ണല്ലേ, ഇപ്പോൾ പെണ്ണുങ്ങൾ കുടിക്കുമ്പോൾ ഉള്ളത് കാണാൻ കുറച്ചുകൂടി രസമായിരിക്കും ആണുങ്ങളെക്കാളും.
ആ പെണ്ണിന് അപ്പോൾ ആങ്കറിന് രേണു പെണ്ണുങ്ങൾ കുടിക്കുന്ന രീതി മതിയെന്ന്. അഭിനയിക്കണം, അതായത് സ്ക്രിപ്റ്റ് ആണ് ഞാൻ തരുന്ന സ്ക്രിപ്റ്റ്. അഭിനയത്തിന് ഏതാ വോഡ്ക ഇല്ലല്ലോ ഇവിടെ. ഗ്ലാസ് വെള്ളം പച്ചവെള്ളമാണ്. പച്ചവെള്ളം എന്തായാലും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്തായാലും രേണുവിനെ വിൽക്കും, എന്നാ പിന്നെ വോഡ്കയോ എന്താ പറഞ്ഞേ അത് ഉണ്ടെങ്കിൽ അതും കൂടി വാങ്ങിച്ച് വെച്ചുകൂടായിരുന്നോ? അതാവുമ്പോ കുറച്ചും കൂടി അങ്ങോട്ട് എന്താ സാധനം വരുമായിരുന്നു. പച്ചവെള്ളം കുടിച്ചു നോക്കുന്നല്ലേ. പിന്നെ രേണുസുതി ഇന്റർവ്യൂവിൽ ഇടയ്ക്ക് മദ്യപിച്ചെന്ന് പറയും. പച്ചവെള്ളാണേ, മദ്യപിക്കല്ല കേട്ടോ, പച്ചവെള്ളാണ്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് എന്ന് ഞാൻ എവിടെയും പറയും. അതിന് ഞാൻ സ്ഥിരം മദ്യപാനിയാണെന്നല്ല പറയുന്നത്. ആ കമന്റ് ഇടുന്നവർക്ക് എന്ത് വിടാൻ, അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം. രേണു വളരെ ബോൾഡാണ്, സമ്മതിച്ചു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. രേണുവിനെ കുടിക്കാം, എന്താ വെച്ചാൽ ചെയ്യാം. രേണുവിനെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയ പറയുന്നത് തന്നെയാണ് രേണുവിൻ്റെ വിജയം എന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും ആ നെഗറ്റീവ് ഇമേജ് തന്നെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നവർ രേണുവിൻ്റെ കുടുംബത്തുണ്ടെന്ന് രേണുവിന് എന്തുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു? രേണുവിൻ്റെ കുട്ടികൾ വളർന്നു വരികയാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടി ചെറുതാണ്, അതിനൊന്നും അറിയില്ല. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ തൻ്റെ അമ്മ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അഭിമാനത്തോടു കൂടി നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. രേണു പറയുന്നത് എന്നെ അറിയുന്നവർക്ക് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ് രേണു ഈ പറഞ്ഞ പോലെ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ വല്ലപ്പോഴൊക്കെ കുടിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇപ്പോൾ എല്ലാവരും കുടിക്കുമായിരിക്കും പെണ്ണുങ്ങൾ. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കുടിക്കുന്നവർക്ക് കുടിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അങ്ങനെ രേണു കുടിക്കുന്നത് ഇത്ര വലിയ പ്രശ്നമായി. രേണു ലോക കുടിയെത്തിയായി, ലോക മോശം സ്ത്രീ എന്ന രീതിയിൽ രേണുവിനെ സോഷ്യൽ മീഡിയയിൽ കുടിക്കുന്ന കാര്യത്തിൽ കുടിക്കുന്ന കാര്യത്തിൽ രേണുവിന് ഇങ്ങനെ ഒരു പേര് വരുത്തിയിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ ഈ വായ്നാക്ക് തന്നെയാണ്. ഈ മീഡിയാസ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും രേണുവിന് മുഖത്തടിച്ച് മറുപടി പറയുന്നതിന് പകരം രേണു അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇന്റർവ്യൂ. എന്താ വേണ്ടേ ചോദിക്ക്, ഞാൻ പറയാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ. ഇത് രേണുവിൻ്റെ കുടുംബത്തിലുള്ള അച്ഛനമ്മക്കും വലിയ കുഴപ്പമില്ലായിരിക്കാം, എന്ന് കരുതി മക്കൾക്ക് അങ്ങനെയാണെന്നോ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു മകൻ റിയാക്ട് ചെയ്ത് തുടങ്ങി പല കാര്യങ്ങൾക്കും. ഇനിയൊരു ചെറിയൊരു മകനുണ്ട്. അവർക്കൊക്കെ എന്തുമാത്രം നാണക്കേട് ഉണ്ടാവും എന്ന് അറിയോ രേണു പറഞ്ഞത് ശരിയാണ്. രേണു അല്ല ആദ്യമായിട്ട് കുടിക്കുന്ന ഒരു സ്ത്രീ. ഒരുപാട് സ്ത്രീകൾ കുടിക്കുന്നുണ്ട്. പക്ഷെ ആരും ഞാൻ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ വരുന്നില്ല. മീഡിയാസിൻ്റെ മുന്നിൽ അത് തുറന്ന് പറയുന്നില്ല. അഥവാ പറഞ്ഞിട്ടുള്ളവർ ഇങ്ങനെ എടുത്തിട്ട് ആരും അറുത്ത് പിഴിഞ്ഞ് കുടിക്കുന്നുമില്ല. അത് രേണുവിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന രേണു ഒന്ന് മനസ്സിരുത്തുന്ന ആലോചിച്ച് നോക്കുക. ഇപ്പോഴല്ല, പിന്നീട്. ഇത് മീഡിയാസിൽ കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂസും ഒരിക്കലും അത് പോവില്ല. അത് അവിടെ തന്നെ കിടക്കും, എത്ര വർഷം എത്ര കാലം കഴിഞ്ഞാലും. ഈ കമന്റ് ഇടുന്നവരാണ് എനിക്ക് സ്ഥിരം കൊണ്ട് മദ്യം വോഡ്ക മേടിച്ചു തരുന്നതും സ്ഥിരം അടിക്കുന്നതും. അതെ, അത്ര ഞാൻ പറയുന്നത്. അതിനകത്ത് ഇപ്പം എന്ത് പറയാനാ? ഒരിക്കലും അല്ല. ഈ കമന്റ് ഇടുന്നവർ ആരുമല്ല രേണുവിന് ഈ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈ മീഡിയാസാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവരോടെല്ലാം തുറന്നു പറയുന്നത്. അവരെല്ലാം പറയുന്നത് അഭിനയിക്കുക ചേച്ചി, കുടിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയാസാണ് കൊടുക്കുന്നത്. കമന്റ് ഇടുന്നവരല്ല. കമന്റ് ഇടുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെതിരെ അഗൈൻസ്റ്റ് പറയുന്നവരല്ലേ ഈ കമന്റ് ഇടുന്നു. ഓക്കെ, ആയിക്കോട്ടെ. മാജിക് ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിരം അടിക്കുന്നവരാണ്. ഞാൻ ബഹ്റൈനിലാണേലും ഞാൻ ദുബായിലാണേലും 2 സ്ഥലത്തും ഞാൻ പ്രൊമോഷൻ പോയത് ബാർ റെസ്റ്റോറന്റിലാണ്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ. എന്താ ഞാൻ കുഞ്ഞു കൊച്ചാണോ അറിയാതിരിക്കാൻ? എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. അപ്പൊ എനിക്ക് പറയാമല്ലോ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇപ്പോഴും പറയാണ്. കുഞ്ഞു കൊച്ചല്ല, എല്ലാ സ്ത്രീകൾ രേണു പറയണ പോലെ എല്ലാ സ്ത്രീകൾക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുണ്ടാവണം എന്നില്ല. രേണുവിന് അറിയാവുന്നുണ്ട്, രേണുവിന് അതിനോട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് രേണുവിന് എന്തുകൊണ്ട് ബാറിലൊക്കെ ഇനോഗ്രേഷൻ വിളിച്ചു, ബ്യൂട്ടി പാർലർ വിളിക്കാം, ടെക്സ്റ്റൈൽ ഷോപ്പ് വിളിക്കാം, അതേപോലെ ഒരുപാട് ജിമ്മ് അങ്ങനെയുള്ളിടത്തൊക്കെ ഇനോഗ്രേഷൻ വിളിക്കാം. എന്തുകൊണ്ട് രേണുവിനെ ബാറിൽ വിളിക്കുന്നു? ഒരു സ്ത്രീയെ ബാർ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഒന്ന് ഇരുത്തിയെന്നോട് ആലോചിച്ച് നോക്ക്. ഞാൻ ഒന്നും പറയുന്നില്ല, ഇരുത്തിയെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ വ്യൂവേഴ്സ് കമൻ്റ് ഇടുന്നതാണോ പ്രശ്നം? അവരുടെ മൊബൈൽ, അവരുടെ പൈസ, അവരുടെ റീചാർജ് ചെയ്ത് അവരുടെ ഡേറ്റ ഉപയോഗിച്ച് അവർ കാണുന്ന വീഡിയോയ്ക്ക് അവർക്ക് കമൻ്റ് ഇടാം. അവർക്ക് കമൻ്റ് ഇടാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടാം. അത് വെറുതെ അല്ലല്ലോ അവർ കമൻ്റ് ഇടുന്നേ. രേണു ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇമ്മാതിരി തോന്നിവാസം മീഡിയാസ് ചോദിക്കുമ്പോൾ അതിന് മറുപടി രേണു കൊടുക്കുന്നതുകൊണ്ടല്ലേ അവർ കമൻ്റ് ഇടുന്നത്. കമൻ്റ് ഇട്ടാൽ എന്താ കുഴപ്പം? ഈ കമൻ്റ് ഇടുന്നവരൊക്കെ വെള്ളം വാങ്ങിച്ചു തരണോ? വെള്ളം വാങ്ങിച്ചു തരുന്നുണ്ട് മീഡിയാസ്. അതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇമാതിരി ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു, മദ്യപിച്ച് രേണുസുതി വഴിയിൽ കിടന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു? അത് കഴിഞ്ഞില്ലേ, ആ ഒരു വിവാദം കഴിഞ്ഞ്. പിന്നെ പുതിയതായിട്ട് പൊട്ടിപ്പുറപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്മസിന് രേണുസുതി കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും നിൽക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് തുറന്ന് പറഞ്ഞു, ഞാൻ വല്ലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. ആര് ചോദിച്ചു? വ്ളോഗേഴ്സ് ചോദിച്ചോ? അല്ലെങ്കിൽ കമന്റ് ഇടുന്നവരും അത് ചോദിച്ചോ? രേണു കുടിക്കുമോ എന്നുള്ളത് ആരാ ചോദിച്ചേ?
രേണുവിനോട് ആരാ ചോദിച്ചേ? മീഡിയാസ്. രേണുവിൻ്റെ അടുത്ത് മീഡിയാസാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രേണു പറഞ്ഞ മറുപടിയാണ് ഞാൻ കുടിക്കും. ഇതൊക്കെയാണ് അവരാണ് ഓരോന്ന് ഇട്ട് തന്നത്. രേണു ലോക മദ്യപാനിയാണെന്നും രേണു അവിടെ പോയി ബാർ ഇനോഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഈ മീഡിയാസാണ് ഓരോന്ന് പറഞ്ഞ് ഉണ്ടാക്കി പുറത്ത് വിട്ടത്. അതാണ് ഓരോ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഓരോ വ്ളോഗേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തത്. ഈ രേണു മീഡിയാസിനെ കുറിച്ച് മീഡിയാസ് ഒന്നും കുഴപ്പമില്ല, അവരൊക്കെ നല്ലവരാണ്. രേണുവിൻ്റെ മീഡിയാസൊക്കെ നല്ലതാണ്. രേണു ഇതിൽ പറയുന്നുണ്ട് മീഡിയാസ് നല്ലതാണെന്ന്. ഈ മീഡിയാസ് അല്ലേ രേണു ഇതൊക്കെ വായിന്ന് ഇട്ട് തരണത്? അതെന്ത് മറന്നു പോണേ? അവരോട് മാന്യമായി ചോദ്യങ്ങൾ ചോദിക്കാൻ പറ. എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് പെണ്ണുങ്ങൾ, ബിഗ് ബോസിൽ നിന്ന് ആയിക്കോട്ടെ മറ്റെവിടെന്നെങ്കിലും ആയിക്കോട്ടെ, ആരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇമ്മാതിരി തോന്നിവാസ ചോദ്യങ്ങൾ? രേണുവിനോട് മാത്രമല്ലേ ചോദിക്കുന്നത്? അതെന്തുകൊണ്ടാ രേണു? അതെന്തുകൊണ്ടാ? ഒന്ന് ചിന്തിക്ക്. എങ്ങനെയാണ് രേണുവിനെ കാണുന്നതെന്ന് ചിന്തിക്ക്. വരുന്നത് ഇഷ്ടമില്ലാതെ പലരും ചേച്ചി വ്ളോഗർമാരായാലും മീഡിയക്കാരായാലും ഈവൻ ആരായാലും. മീഡിയക്കാരെ ഞാനൊന്നും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന മീഡിയ വഴിയാണ്. ഒരു മീഡിയേറ്റർ ആണ്, ആശയവിനിമയം മറ്റുള്ളവരെ അറിയിക്കുന്നതൊക്കെ ഇവർ തന്നെ. സോ മീഡിയക്കാരെ ഞാനൊന്നും പറയാറില്ല. വ്ളോഗർമാര് നെഗറ്റീവ് മാത്രം, അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയത്തില്ല, ചുമ്മാ ഒരു സാധനം കിട്ടിയതേ ഉള്ളൂ, പിന്നെ അങ്ങ് മദ്യപാനിയാക്കുക രേണുസുതി. അങ്ങനെ ഒന്നുമല്ല. രേണുസുതി അറിയാവുന്നവർക്കറിയാം എന്താണ് രേണു എന്ന്. അപ്പം അങ്ങനെ തികഞ്ഞൊരു മദ്യപാനിക്ക്, അങ്ങനെ തികഞ്ഞൊരു പെണ്ണിന് മദ്യപാനിയാകാനൊന്നും നിങ്ങളൊക്കെ കിച്ചു മോൻ കണ്ടിട്ടുണ്ടായിരുന്നോ? മോൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നും പറയത്തില്ല. അവൻ എന്താ അതൊന്നും കണ്ടിട്ടുണ്ടാവോന്ന് ചോദിച്ചാൽ അവനൊന്നും കാണത്തില്ല. അങ്ങനെ അവന് സമയമില്ലാത്തതല്ല, സ്വന്തം അച്ഛൻ്റെ പേര് അമ്മ, മൂന്നാനമ്മ കിടന്ന് ഇങ്ങനെ മോശമാക്കി കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പ്രായപൂർത്തിയായ തിരിച്ചറിവുള്ള ഒരു മകൻ കാണുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കാണാണ്ട് പോണതായിരിക്കും. അല്ലാണ്ട് സമയമില്ലാത്തതൊന്നും ആയിരിക്കില്ല. അവൻ റിയാക്ട് ചെയ്തല്ലോ കിച്ചു വന്നിട്ട്, വീടിനെ കുറിച്ച് ഇങ്ങനെ നന്നില്ലാത്ത ഓരോന്ന് പറഞ്ഞു നടന്നപ്പോൾ കിച്ചു ഒന്ന് റിയാക്ട് ചെയ്തല്ലോ. അതെന്താ രേണു? കാണാത്തോണ്ടല്ല, രേണു കാണിക്കുന്ന പല കാര്യങ്ങൾക്ക് അവർക്ക് തൊലി ഉലിഞ്ഞു പോകുന്നുണ്ട്. രേണു ഇമാതിരി ചോദ്യങ്ങൾക്ക് രേണു ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇമാതിരി ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ രേണു പറഞ്ഞൂടെ എന്നോട് ചോദിക്കുക ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും? എന്തൊക്കെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ചോദിക്കാനായിട്ട്? ഫാമിലിയെ കുറിച്ച് ചോദിക്കാം, വീടിനെ കുറിച്ച് ചോദിക്കാം, രേണുവിൻ്റെ അടുത്ത പ്ലാനിനെ കുറിച്ച് ചോദിക്കാം, അതൊക്കെ ചോദിക്കാം. അതൊന്നും ഇല്ലാതെ രേണുവോട് കുടിക്കോ, ഏത് ബ്രാൻഡാണ്, ഏത് ഡ്രസ്സാണ് ഇടുന്നത്, ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചേപ്പക്കുറ്റി കടിക്കുന്ന രീതിയിലുള്ള ഉത്തരം കൊടുക്കണം. ഇപ്പം മകൻ ഒന്നും കാണുന്നില്ല, അവനത് പ്രശ്നമില്ല, അവർക്ക് എന്നെ അറിയാം. രേണുവിന് അവർക്ക് അറിയാമായിരിക്കാം, പക്ഷേ അവർക്ക് പുറത്തിറങ്ങി നടക്കണം. ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് രേണുവിന് അപ്പം മനസ്സിലാക്കും. രേണുവിൻ്റെ യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ രേണുവിനെ നശിപ്പിച്ചെടുക്കുന്നത് വ്ളോഗേഴ്സ് അല്ല. രേണു ഇമാതിരി കൊണ്ടുനടക്കുന്ന ഈ 10, 20, 30, 40 രൂപ തന്ന രേണുവിനെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് രേണുവിനെ വലിച്ച് കീറി രേണുവിൻ്റെ പഫും ബ്ലഡും എല്ലാം പുറത്തെടുത്ത് അങ്ങോട്ട് ചീഞ്ഞ് നാറ്റിച്ച് വിടുന്നത് ഈ മീഡിയാസാണ്. ആ ഒരു സത്യം രേണു മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാവണമെങ്കിൽ രേണുവിൻ്റെ മക്കൾ വളർന്ന് വലുതായി, കിച്ചു അവന് പറയാത്തൊരു ടൈപ്പായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമെന്ന് കരുതിയിട്ടായിരിക്കാം, വലുതായി മുഖത്ത് ചോദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തെളിവുകളൊന്നും രേണു പറഞ്ഞ വാക്കുകളോ വോയിസ് ക്ലിപ്പോ ഒന്നും തന്നെ ഒരിക്കലും പോവില്ല. അതൊക്കെ എന്നും തെളിവുകളായിട്ടുണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ മീഡിയയ്ക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അത് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നു. ഇപ്പം ഞാൻ ഈ പറയണം, അതും കിടക്കും, എല്ലാം അവിടെ കിടക്കും. പിന്നീട് നാളെ ഒരിക്കലും നമ്മളെ തന്നെ അത് തിരിഞ്ഞ് കുത്തും. അതുകൊണ്ട് നോക്കിയും കണ്ടും ഉത്തരങ്ങൾ പറയാം. എന്തായാലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയല്ല സ്ത്രീകളിൽ ആദ്യമായിട്ട് കുടിക്കുന്നത്. നമ്മുടെ ഓരോ കുടുംബം എടുത്ത് നോക്കിയാലോ ഏതെങ്കിലും സ്ത്രീ കുടിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് കുടിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആനക്കുറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുടിക്കുന്ന കാര്യം വലിയ ക്രെഡിറ്റായിട്ട് പിന്നെ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വളർന്നു വരുന്ന ജനറേഷന് അത് കുടിക്കാല്ലേ എന്ന് തോന്നും. അത് കുടിക്കുന്നത് ഹെൽത്തിന് നല്ലതാണെങ്കിൽ ഓക്കെ, കുടിച്ചോട്ടെ. പക്ഷേ ഹെൽത്തിനത് പിന്നീട് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയല്ലേ നല്ലത്. അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാതിരിക്കുകയല്ലേ നല്ലത്. ശരിയാണ്, രേണു എന്ന് പറയുന്ന വ്യക്തി കുടിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കും. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പലരും ഇത് കാണും. പലർക്കും തോന്നും ഇതൊന്നും വലിയ കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് മീഡിയയിലിരിക്കുന്ന ആ കൊച്ചിന് ഒന്ന് ആലോചിച്ചൂടെ ഇതൊക്കെ ചോദിക്കാമോ എന്നുള്ളത്. റീച്ചിന് വേണ്ടി ഇപ്പോൾ ഇതിനിടയിൽ വരും, നിങ്ങളും അതേല്ലോ രേണുവിനെ വെച്ചല്ലേ വീഡിയോ ഇടുന്നത്. അതെ, സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇമാതിരി ചോദ്യങ്ങൾ ഓരോന്ന് ചോദിച്ച് ഓരോ കണ്ടന്റായിട്ട് വരുമ്പോൾ ഇത് കണ്ടിട്ട് അയ്യോ രേണുവിനെ നാണക്കേടാവും, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ ചെയ്യും.
കുടിക്കുന്ന വ്യക്തി വളരെ മോശം ആൾക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോഴത്തെ കാലത്ത് പറഞ്ഞിട്ട് വലിയൊരു തള്ളവൈബ് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. കുടിക്കുന്നവർക്ക് കുടിക്കാം, കുടിക്കേണ്ടവർക്ക് കുടിക്കാം, കുടിക്കേണ്ടവർക്ക് കുടിക്കാം, കുടിക്കേണ്ടാത്തവർക്ക് കുടിക്കേണ്ട. രേണുവിനെ വിറ്റ് നിങ്ങൾ എന്തായാലും പൈസ ഉണ്ടാക്കണ്ട. കുറച്ചും കൂടി മാന്യമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിനൊരു റീച്ച് വാങ്ങിച്ചു കൊടുത്തൂടെ? എന്തിനാണ് അതിനെ ഇത്രത്തോളം നാറ്റിക്കുന്നത്? ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.